ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നിങ്ങൾ ഈ കാണുന്നത് ഞാൻ തന്നെ വരച്ച കോലംകെട്ട ഒരു കോലമാണ്. തമിഴ്നാട്ടിൽ വൃശ്ചിക മാസത്തിന് കാർത്തിക മാസം എന്നാണ് പറയുന്നത്. ആ മാസം മുഴുവനും കാർത്തിക ദീപം തെളിയിച്ച കാർത്തിക ആഘോഷിക്കാറുണ്ട് ഇവിടെ. അങ്ങനെ നമ്മളെ ദിവസം ആഘോഷിക്കുന്നതാണ് ഈവനിങ് ടൈമിൽ. നമുക്കിന്ന് വളരെയധികം ടേസ്റ്റിയും ഹെൽത്തി ഫുഡുമായ മഷ്റൂം വെച്ചിട്ടൊരു മഷ്റൂം ചില്ലി ഫുഡ് ഉണ്ടാക്കാം. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫുഡ് ഐറ്റമാണ് മഷ്റൂം ചില്ലി. ഞാൻ എൻ്റേതായ രീതിയിലാണ് മഷ്റൂം ചില്ലി തയ്യാറാക്കുന്നത്. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ നമുക്ക് ഈ ഉള്ളിച്ചെടിയുടെ ഇലയും കൂടെ ഞാൻ അതിൽ ചേർത്താണ് വയ്ക്കണത്. അപ്പം ഉള്ളിച്ചെടി നമുക്ക് പറിച്ചെടുക്കാം. നമ്മൾ വീട്ടിൽ ഉള്ളിച്ചെടി നടുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ ഉള്ളി കിട്ടണേക്കാളും ഈ ഇലയാണ് നമുക്ക് കൂടുതൽ യൂസ്ഫുൾ ആകണത്. കാരണം കൂടുതൽ ശരിക്കും ഇല വരാറുണ്ട്. ഇപ്പം നമ്മളിത് ഒടിച്ചിട്ട് ഇല എടുത്തിട്ട് വിട്ടാൽ ഒരു 5 ദിവസം കഴിയുമ്പോൾ ഇതുപോലെ വീണ്ടും ഇല ശരിക്ക് വരും. ഈ ഉള്ളി ഇല എടുത്ത് നമുക്ക് തോരൻ വയ്ക്കാൻ നല്ല ടേസ്റ്റാണ്. തോരൻ വെച്ച് ഉള്ളിത്തോരൻ വെച്ച് കഴിക്കും പോലെ തന്നെ നല്ല ടേസ്റ്റാണ്. വളരെ എളുപ്പത്തിൽ ഇത് പുഴുതെടുക്കാൻ പറ്റി. ഞാൻ ഒരു കയ്യിൽ മൊബൈലും പിടിച്ചിട്ടാണ് ഒരു കൈ കൊണ്ട് വലിച്ചു വിടുന്നത്. അതാണ് ഇത്തിരി പിഴുതെടുക്കാൻ വേണ്ടി ഇത്തിരി ടഫായിരുന്നു. ബാക്കിയുള്ള നമുക്കിനി ഒടിച്ചെടുക്കാം. അതിൽ ഉള്ളിയൊന്നും ഇല്ല, വെറുതെ നമുക്ക് ഒടിച്ചെടുത്തിട്ട് വീണ്ടും അപ്പോൾ അത് പൊടിച്ച് വീണ്ടും ഇല വരും. രാവിലെ തന്നെ അണ്ണാറക്കണ്ണ അവിടെ ഇരുന്ന് ഭയങ്കര ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിനി ഇത് കൊണ്ടുപോയി വൃത്തിയായിട്ട് കഴുകി എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കണം. ഞാൻ നിങ്ങൾക്ക് ശിവഗിരി മലനിരകൾ കാണിച്ചു തരാം. നമ്മളെ മുല്ലപ്പെരിയാറിൻ്റെ ഉത്ഭവ സ്ഥലമായ ശിവഗിരി മലനിര, അതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. സാധാരണ ഇതുപോലെ ഇങ്ങനെ മലനിരകൾ കാണാൻ പറ്റണത്. പക്ഷേ ഇപ്പം ഇന്ന് ഭയങ്കരമായിട്ട് മഞ്ഞ് മൂടി കിടക്കുകയാണ്. ഇന്നത്തെ വ്യൂ എന്ന് പറയുന്നത് ഇതാണ്. മല അവിടെ ഉണ്ടെന്ന് പോലും അറിയാൻ പറ്റാത്ത രീതിയിൽ മഞ്ഞ് മൂടി കിടക്കുകയാണ്. ഫുള്ള് കോട നിറഞ്ഞ് കിടക്കുകയാണ്. മല അവിടെ ഇല്ല, കാണാൻ പോലും ഇല്ല. അപ്പം ഇന്നത്തെ കാലാവസ്ഥ ഇങ്ങനെയാണ്. ഇനിയിപ്പോൾ ഉച്ചയായാലും ഇതുപോലെ തന്നെ ഇങ്ങനെ കോട നിറഞ്ഞ് നിൽക്കും. എന്നിട്ട് ഉള്ളിയും സവാളയും ഇതെല്ലാം കഴുകിയെടുക്കാം. ഇതിൻ്റെ ഇലയൊക്കെ ഒന്ന് കഴുകി വൃത്തിയായിട്ട് എടുക്കാം. ചില്ലി മഷ്റൂം ഉണ്ടാക്കാൻ ആവശ്യത്തിനുള്ള 2-3 പച്ചമുളക്, പിന്നെ 3-4 കുഞ്ഞ് സവാളയാണ് കേട്ടോ. അതാണ് ഈ 3-4 എണ്ണം എടുത്തത്. 3-4 കുഞ്ഞ് സവാള, ഇതെല്ലാം കൂടെ നമുക്കെടുത്ത് കഴുകിയെടുക്കാം. ഞാൻ ഈ പച്ചമുളക് എടുത്തത് ക്യാപ്സിക്കത്തിന് പകരമാണ് കേട്ടോ. ക്യാപ്സിക്കം ഇല്ലായിരുന്നു. അപ്പോൾ പിന്നെ അതിൻ്റെ അകത്തുള്ള അരിയെല്ലാം എടുത്ത് കളഞ്ഞിട്ട് വേണം തോട് മാത്രം എടുക്കണേ, ഇല്ലെങ്കിൽ ഭയങ്കര എരിയായിരിക്കും. നമുക്ക് ക്യാപ്സിക്കം ഇല്ലാത്ത സമയത്ത് പച്ചമുളക് ഉണ്ടെങ്കിൽ ഇങ്ങനെ എടുത്താൽ മതി. അത് എരിവൊന്നും വരില്ല. ആ ക്യാപ്സിക്കത്തിൻ്റെ അതേ ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും. പക്ഷേ അകത്തുള്ള അരി എടുക്കണമെന്നുള്ള ഒരു വ്യത്യാസമേ ഉള്ളൂ. ഞാൻ ഇപ്പോൾ അതിൽ നിന്ന് നുള്ളിപ്പറക്കണം എന്താണെന്നാ, നമ്മൾ ഇതിൽ നിന്ന് തന്നെ വിളവെടുത്ത ചെറിയ ഉള്ളിയാണ്. അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇത്രയാണ് അതിൽ നിന്ന് കിട്ടിയ ചെറിയ ഉള്ളികൾ. ഇത്രയേ ഉള്ളായിരുന്നു. സവാള റൗണ്ടിന് ഇത് സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്ത് വലിയ രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഉള്ളി ഇലയും കൂടെ അരിഞ്ഞ് അത് ഇടണം. ചില്ലി മഷ്റൂമിന് ആവശ്യമായ സാധനങ്ങളാണ് കേട്ടോ. സവാള, പച്ചമുളക്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇത് മഷ്റൂം ഇങ്ങനെ റൗണ്ടായിട്ട് കട്ട് ചെയ്തിടണേ. നമുക്കിനി ഈ ചെറിയ ഉള്ളിയുടെ ഇല നന്നായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു സൈസിന് കട്ട് ചെയ്തെടുത്താൽ മതി. ഇത് കട്ട് ചെയ്യുമ്പോഴത്തേക്ക് കാണാൻ നല്ല ഭംഗിയാണ്, അകത്ത് ഹോള് പോലെ കാണാം. അങ്ങനെ ഇത് കട്ട് ചെയ്തെടുത്തിട്ട് അടുത്ത് നമ്മൾ മഷ്റൂമിൽ കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, പിന്നെ കുറച്ച് ഗരം മസാല, ഇതെല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് വയ്ക്കണം. ഞാൻ സാമ്പാറിന് കടുക് വറുത്തായിരുന്നേ. അത് കഴിഞ്ഞിട്ട് ഇതിന് കുറച്ച് എണ്ണ വീത്തിയിട്ട് എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് ഇത് സവാളയും ആ ക്യാപ്സിക്കത്തിന് പകരം ഇട്ട പച്ചമുളകും കൂടെ ഇട്ട് മിക്സ് ചെയ്ത് നല്ലോണം വഴട്ടിയെടുക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഈ സമയത്ത് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഉള്ളി നന്നായിട്ട് വഴണ്ട് കിട്ടും. നമ്മുടെ ഈ സ്ക്വയറായിട്ട് മുറിച്ചിട്ടേക്കണ ഉള്ളിയൊക്കെ അങ്ങനെ ഈ കുത്തി അതങ്ങ് ആ സ്ലൈസ് പോലെ ആക്കി ഇടണം. അത് നമ്മൾ അരിയുമ്പോഴത്തേക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. ഞാൻ ഇതിലിട്ടതിന് ശേഷമാണ് ഇതുപോലെ ഇട്ട് കുത്തി എടുത്തത്.
ഉള്ളി ഒരു അരപ്പരുവം വഴണ്ട് കിട്ടുമ്പോഴത്തേക്കും നമ്മൾ അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ലോണം ഒത്തിരി ഒന്ന് ചൂടാക്കി വഴട്ടിയെടുക്കണം. അതിനുശേഷം നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ചില്ലി പൗഡർ ഇട്ട് കൊടുക്കണം. ചില്ലി പൗഡർ നമ്മൾ ആവശ്യത്തിന് ഇട്ട് കൊടുക്കണം കേട്ടോ. നല്ല എരിവുള്ളതാണെങ്കിൽ കുറച്ചിടണം. കാരണം മഷ്റൂമിൽ എരിവ് കുറച്ച് ഇട്ടാൽ തന്നെ ഭയങ്കരമായിട്ട് എരിയും. അതിനുശേഷം നമ്മൾ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ തൂവി കൊടുക്കണം. കരിഞ്ഞു പോവാതെ നമ്മളൊന്ന് അത് ചൂടാക്കി എടുക്കണം. മസാലയൊക്കെ ഒന്ന് ചൂടായാലേ കൊള്ളാവ്. എന്നിട്ട് ചൂടാക്കി എടുത്തിട്ട് കുറച്ച് മസാലപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്ത് അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളിച്ചെടിയുടെ ഇല ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്ത് നന്നായിട്ട് അതും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ വെള്ളം വീത്തേണ്ട ആവശ്യമില്ല. ആ ഇലയിൽ തന്നെ നല്ല വെള്ളമുണ്ട്. അതിൻ്റെ ജ്യൂസ് നന്നായിട്ട് അതിൽ മിക്സായി വരും. ഇതിനിടയ്ക്ക് മല്ലിപ്പൊടി ചേർക്കണമായിരുന്നു, ഞാൻ മറന്നുപോയി. അതുകൊണ്ട് ഞാൻ ഇപ്പം മല്ലിപ്പൊടി കുറച്ച് ചേർത്തിട്ടുണ്ട്. മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് മിക്സ് ചെയ്യണം. ഞാൻ മസാലയെന്ന് ഉദ്ദേശിച്ചത് ഗരം മസാലയാണ് കേട്ടോ. അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിനുശേഷം നമ്മുടെ മഷ്റൂം മിക്സ് ചെയ്ത് വെച്ചേക്കല്ലായിരുന്നു ആ മസാലയൊക്കെ, അതിനെടുത്ത് ഇതിൽ കൂടെ തട്ടി കൊടുക്കണം. ഒരു 5 മിനിറ്റ് മൂടി വെച്ച് വേവിക്കണം. അതിനുശേഷം നമ്മൾ കുറച്ച് മല്ലിയില ഇട്ട് തൂക്കി കൊടുക്കണം അവസാനം. നമ്മളിതിൽ എക്സ്ട്രാ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. മഷ്റൂമിനുള്ള വെള്ളം ഇതിലുണ്ട്. നമ്മുടെ ടേസ്റ്റി ഹെൽത്തി ഫുഡായ ചില്ലി മഷ്റൂം റെഡിയായി.